എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മീയമായി ഉയർന്ന വ്യക്തികൾ തന്നെയാണ്. എങ്കിലും പലർക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിശേഷം. ഇനി തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തികൾക്കാകട്ടെ പേടിയുമാണ്. ആത്മീയതയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടമാവുമോ, അല്ലെങ്കിൽ എങ്ങനെ വരും എന്ന് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പേടികളുമാണ്. എന്തുകൊണ്ടാണ് ഈ പേടി ഉണ്ടാവുന്നത്? അവനവനെ തന്നെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പേടികൾ ഉണ്ടാവുന്നത്. എന്നാൽ പൊതുവെ മലയാളികൾക്ക് മറ്റുള്ളതിനെ കാണാനും കേൾക്കാനും അറിയാനും എല്ലാറ്റിനും നമ്മൾ ശ്രമം നടത്താറുണ്ട്. എന്നാൽ നമ്മളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് ഈ ആത്മീയത. അതായത് നമ്മൾ അന്വേഷിക്കുന്നത് എന്താണോ അതെല്ലാം നമുക്കുള്ളിൽ തന്നെയുണ്ട്. ഭൗതികമായും ആത്മീയമായും ഉയരാനുള്ള മാർഗവും പരിഹാരവും നമുക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്കുള്ളിലെ നന്മ ഉണർത്താതെ പുറത്ത് അന്വേഷിച്ച് നടന്നിട്ട് ആർക്കും യഥാർത്ഥ ഈശ്വരനെയോ യഥാർത്ഥ ആത്മീയതയെയോ അത്തരം അനുഭവങ്ങളെയോ നേടുവാൻ സാധിക്കുകയില്ല. അഥവാ നേടിയാൽ തന്നെ അതെല്ലാം സ്ഥിരമായിരിക്കുകയുമില്ല, താൽക്കാലികം മാത്രമായിരിക്കും. സന്ദർഭവും സാഹചര്യവും നോക്കാതെ ഒരുത്തന്റെ ചിന്തകളെ അടിമയാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ തന്നെ സച്ചിന്തകളെ ഉണർത്തിവിടുകയാണ്. നല്ല ചിന്തകളെ ഉണ്ടാക്കിയെടുക്കുക, നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത്രയും ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്കൊരു പരിധി വരെ ഉയരാൻ സാധിക്കും. സാധാരണക്കാർക്ക് ഇതൊന്നും സാധിക്കില്ല, ഇതിനെല്ലാം ഭയങ്കരമായ അറിവും കാര്യങ്ങളും എല്ലാം വേണം എന്നുള്ള ചിന്ത തന്നെ നമ്മൾ ആദ്യം മാറ്റണം. എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്, അതിൽ ഉയർന്നതോ താഴ്ന്നതോ എന്നൊരു ചിന്തയൊന്നും വേണ്ട. നമ്മളുടെ ധാരണ എന്താണോ ആ ധാരണയെ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെയാണോ ഉയർത്താൻ പറ്റുക, ആ ഉയർത്താൻ വേണ്ടി പ്രയത്നിച്ചവർ മാത്രമേ ഇന്ന് വരെ ഉയർന്നിട്ടുള്ളൂ. നമ്മുടെ മനസ്സിനെ ഉണർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നാമജപം എന്നുള്ളതാണ്. അത് ഏത് ഈശ്വരൻ്റെതായിക്കോട്ടെ. ഇനി ഒരു ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണോ എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തോട് നമുക്ക് പലതും റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രപഞ്ചത്തിനെ തന്നെ ദൈവമായി കണ്ടുകൊണ്ട് നമുക്ക് ജപങ്ങൾ ചെയ്യാനായി സാധിക്കും. സദാസമയം നാമം ജപിച്ചാൽ തന്നെ നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാവും. അതിൽ ഈശ്വരനാമമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പരമപവിത്രവുമാണ്. അപ്പോൾ അത് ജപിക്കുന്ന നമ്മുടെ മനസ്സും എത്രത്തോളം പരിശുദ്ധമാവും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നാമം ജപിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈശ്വരാധീനം കൂടിയേ തീരൂ. നേട്ടങ്ങൾക്കായി നമ്മൾ പരക്കം പായുമ്പോൾ ഇതിനൊന്നും സമയമില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. സ്വത്തും സമ്പാദ്യവും നേടി വെച്ചിട്ട് എന്താണ് നമ്മൾ നേടുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിനുള്ള ഉത്തരം. ഇതൊന്നും അനുഭവിച്ചുകൊണ്ട്, സ്വത്തും സമ്പാദ്യവും ഒന്നും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ആരും ചിരഞ്ജീവികളായി ജീവിച്ചിരിച്ചുകൊണ്ടേയിരിക്കില്ല. ഭൗതികമായ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ എല്ലാവരും പോവേണ്ടവരാണ്. നേടിവെച്ച സ്വത്തും സമ്പാദ്യവും എല്ലാം മറ്റുള്ളവരുടേതുമാവും. മുമ്പില്ലാത്തതൊന്നും ഇന്നില്ല, ഇനി ഉണ്ടാവുന്നുമില്ല. നാം നേടേണ്ടത് എന്താണ്? അത് നമ്മുടെ ആത്മീയമായ ഉന്നതിയാണ്. അത് നേടാൻ നമ്മുടെ കർമ്മങ്ങളും ചിന്തകളും എല്ലാം ശുദ്ധമാക്കേണ്ടതുണ്ട്. ഇത് നാമജപം കൊണ്ട് എളുപ്പത്തിൽ സാധ്യമാകും. സാധിക്കുമെങ്കിൽ കുറച്ച് മെഡിറ്റേഷൻ കൂടി ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷനിലൂടെ ഓറയെ കൂടുതൽ പ്രകാശമാക്കുവാനും സാധിക്കുന്നു. ശാന്തമായിരുന്ന് ശാന്തി അനുഭവിക്കുന്നത് തന്നെയാണ് ധ്യാനം. ഇന്ന് എല്ലാവർക്കും ഇല്ലാത്തതും ശാന്തിയും സമാധാനവുമാണ്. ഇതിന് പ്രത്യേക കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ ന്യായം. പക്ഷേ വേണമെന്ന് വെച്ചാൽ നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. നാം എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുവോ പരിശ്രമിക്കുന്നുവോ നാം അതായി തീരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുവോ ആ രീതിക്കുള്ളതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആദ്യം ആത്മീയമായി ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്വന്തം ചിന്തകളെ പോസിറ്റീവായി ഇരിക്കുവാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇതുവഴി ചിന്തയും കർമ്മവും എല്ലാം പോസിറ്റീവായി തീരുമ്പോൾ അവനവന്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ തന്നെ അവനവന് ഉണർത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചിന്തകൾ പോസിറ്റീവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മം ശുദ്ധമായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതിനായി ഈശ്വരൻ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.